السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ഇർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര അള്ളാഹു സുബ്ഹാനഹു തആലರು പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാಂಟೆ കൂടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്വ 51ാമത്തെ ക്ലാസ്സിലെത്തിക്കറ് ഇണ്ട് ഞങ്ങളുടെ ഒട്ടികയിരെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ മുസ്ലിമീങ്ങും ശത്രുമാറും ഉഹുദ് ചൊല്ലുടെ ജാഗിಗೆ എത്തിയിട്ട് ആ ഉഹുദ് യുദ്ധത്തെ സംബന്ധിച്ചിട്ട് കുറേ വിഷയത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കി വെച്ച്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെ കൂട്ടിയോണ്ട് ഉഹുദ് ചൊല്ലുടെ ജാഗിಗೆ ಬಂದು അതേപോലെ മുശ്രിക്കുമാറും അങ്ങ 3000 ചില്ലറ ആൾമാരിക്കറാറ് മുസ്ലിമീങ്ങ 700 ചില്ലറ ആൾമാരിക്കറാറ് അതിൽ പിന്നെ ദ്വന്ദ്വ യുദ്ധം നടക്കറ് ശക്തമായിട്ട് മുസ്ലിമീങ്ങ മുശ്രിക്കുമാരെ അടിക്കറാറ് അതേപോലെ അങ്ങനെ അറ്റാക്ക് ആക്കറാറ് ഹംസ റളിയല്ലാഹു അൻഹുരെ പോലത്തെ അലി റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബിമാർ ശക്തമായിട്ട് പോരാടുറാറ്. അതിൽ പ്രധാനപ്പെട്ട കുറേ സഹാബിരങ്ങളെ വിഷയം ഞങ്ങൾ ചൊന്തുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു റബ്ബ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹിസാം റളിയല്ലാഹു അൻഹു അതേപോലെ ഹൻദല റളിയല്ലാഹു അൻഹു അയാൾ മങ്ങിലായെ സ്റ്റാർട്ടിങ്ങിൽ എന്താക്കിയിട്ട് ഉഹുദ് യുദ്ധത്തിക്ക് വന്ന് ഷഹീദായിട്ട് അങ്ങനെ മലക്കുമാറ സമയത്ത് മലക്കുമാർ അയാളുടെ കുലിപ്പാട്ടി നാ നോക്കി ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന വിഷയം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചതേറ്റിക്ക്. അങ്ങനെ ഉഹുദ് യുദ്ധ നടന്നു ഇക്കരെ ആ ഒരു സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുരെ പാത്ര ഹംസ റളിയല്ലാഹു അൻഹുരെ ആ ഒരു ಹೋರಾಟ അത് ഭയങ്കര എടുത്തു ചൊല്ലണായ ഒരു ಹೋರಾಟ ഇത്തിക്കർ. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ ശക്തമായിട്ട് ಹೋರಾಡಿ വിന്ത് ശത്രുമാരെ അയാളിലെ എതിർಲು ಬಂದ ശത്രുമാരെ കൊന്നു വിന്ത് ആ ഹംസ റളിയല്ലാഹു അൻഹു പിന്നെന്താവു ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെടുന്നതായിട്ടിക്കർ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. സയ്യിദു ഷുഹദാക്കന്മാരെ ലീഡർ ചൊന്ത് അറിയപ്പെടുറെ അസദുല്ലാഹ് അള്ളാഹുരെ സിംഹ ചൊന്തു അറിയപ്പെട്ടെ ഒരാളായിട്ടിക്കർ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹുവിന്റെ വിഷയ ഹ്രസ്വമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി വെക്കാനായ ഒരു ചരിത്രമായിട്ടിക്കർ. ഹംസ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമറോ കുഞ്ഞാബൈത്തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ കുഞ്ഞാബായെങ്കും നബിരമേ ഒരു പ്രായത്തിലായിട്ടിക്കർ, അതായത് നബിരമേ ഒരു ഏജ് ആയിട്ടിക്കർ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 2 വർഷ വലിയ മാത്രം ആ ഒരു ഏജ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. രണ്ടാളും ഒരേപോലെ കളിച്ച് അതേപോലെ ഒട്ടികമേ ബെല്ല് വന്ന് ബെല്ലിയായി ബന്നങ്ങ ഐത്തിക്കറാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലെ നല്ല ധീരത്തെ ഉള്ളി നല്ല ശൗര്യന്ന് നല്ല ശുജാഅത്തിന് ഒരാളായിട്ടുണ്ട്. സാഹസികമായിട്ട് എന്തേ ഒന്ന് ആക്കണു ചൊല്ലുற ആ ഒരു ബിയർ എപ്പം ഇന്ന് ബാക്കിന്ന ആമായ ആൾമാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വറ നാണാക്കണു സാഹസമായിട്ടുള്ള ഒരു രീതി അത് ഹംസ റളിയല്ലാഹു അൻഹുരെ മനസ്സിൽ എപ്പം ചെറിയതിലുണ്ടെ ഇന്ന ഒരു സ്വഭാവമായിട്ടിക്കറ അയാളുടെ. അങ്ങനെ ഇത്തിക്കറ അയാള് ಬೇಟೆಯಾಕುಗು പോകുമ്പത്തുകു വലിയ വലിയ വന്യമൃഗത്തെ ഇട്ടിക്കറ അയാൾ എന്താക്കರೆ ಬೇಟಾಕಿಟ್ಟು കൊമണ്ടി അങ്ങനത്തെ ഒരു ആളായിട്ടിക്കർ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഹംസ റളിയല്ലാഹു അൻഹു ഒരു നാൾ ಬೇಟೆയാടോ പോയിട്ട് ബറമ്പയിട്ടിക്കർ എന്തവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂജഹൽ അടിച്ചിട്ട് ചൊല്ലുന്ന വിഷയ കിട്ടി. ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്നത് അത് ഞങ്ങളെ മക്ക കാലഘട്ട വിശദീകരിക്കുമ്പോഴത്തേക്കു ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതേറ്റിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുള്ള അബൂജഹൽ ശത്രുമാർ ലീഡർ ആയിത്തിന് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗോജാക്കിട്ട് അടിച്ചിട്ടാകുമ്പോഴത്തേക്കു അത് ആ റായത്തിൽ വലിയൊരു ഇഷ്യൂ ആയി. അങ്ങനെ ഇത്തിക്ക് ഹംസ റളിയല്ലാഹു അൻഹു ಬೇಟಾക്കിട്ട് റിട്ടേൺ മക്കത്തേക്ക് വരുമ്പോ കാബത്തോടെ തവാഫാക്കുമ്പോ ഒരു പെണിങ്ങ ചൊല്ലു ഹംസ റളിയല്ലാഹു അൻഹു ഒട്ടിക നിങ്ങളെ
ಸಹೋದರ ಪುತ್ರರೊಟ್ಟಿಗೆ ಎಂದ್ರ ಹಾಕಿರ ಸಹೋದರರೇ ಮೋಣು അബ്ദുള്ളറ മോണ്ടൊട്ടിക്ക് എന്ത് ആക്കിരണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാ അബൂജഹൽ അപ്പൊ എന്ത് ആക്കിരണ്ട് കേട്ടപ്പോ ഇങ്ങനെ വിഷയം ആ ഒരു അർത്ഥത്തില് ഹംസ റളിയല്ലാഹു എന്താക്കര് അബൂജഹലിന്റെ മുട്ട പോയിട്ട് അയാളൊട്ടിക്ക് ഇന്ന ആ ഒരു ബില്ല് ബാണത്തില് അബൂജഹലിന്റെ തല കുറെ അടിക്കരുത് അടിച്ചിട്ട് ചൊല്ലു നാനും മുഹമ്മദ് ദീനിലെ ഉള്ളവണു നീ എന്തിരാക്ക് ആ ഒരു പൽക്കത്തിലേറ്റിക്കര് ഹംസ റളിയല്ലാഹു എന്താക്കര് ചാലഞ്ച് ആക്കിയിട്ട് അബൂജഹൽ നീക്ക് എന്തിരാക്കൂ സാധ്യമുണ്ടു നബിയൊരൊട്ടിಗೆ ಹಾಕಿയ ಬೋಲೆಮೆ മുഹമ്മദൊട്ടിಗೆ ಹಾಕಿയ പോലെ നണ്ടൊട്ടിಗೆ നീക്ക് ആക്കൂ സാധ്യമുണ്ടാ ചൊന്ത് കേട്ടിട്ട് ആ ഒരു ഇതിലേറ്റിക്കര് അയാൾ ചൊല്ലി അപ്പ അബൂജഹൽ ഷോക്കായി പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീനുക ഹംസം പോയമാ ചൊന്തു അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു മനസ്സാക ചൊന്നറല്ല ഹംസ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ അർത്ഥത്തിലേറ്റിക്കര് ചൊന്നറി മാത്രമാ ഹംസ റളിയല്ലാഹു അൻഹു ഈ ചൊന്നതിൽ പിന്നെ എന്തായിത്ത് നാ എന്തിരെ ചൊന്നറി ചൊന്ന അവിടെ റായത്തിലുള്ള പാട്ടയിത്ത് ഈ ഹംസ റളിയല്ലാഹു അൻഹു എന്തായിത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് ചൊന്തു റായത്തിലുള്ള പാട്ടായപ്പ പിന്നെന്തായിത്ത് ഹംസ റളിയല്ലാഹു അൻഹുടെ മനസ്സിൽ ഞാൻ എന്തിരെ ചൊന്നേ അപ്പൊ അത് ചൊന്നത് ഏത് ദീന് സമ ചൊന്തുല്ല ആ ഒരു അഭിപ്രായ ആ സംശയ അല്ല മനസ്സിലല്ല ഇങ്ങനെ വന്നപ്പ ലാസ്റ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ പോയിട്ട് വിഷയം എന്തിരണ്ടല്ല കേട്ടിട്ട് ഇസ്ലാം എന്തിരണ്ട് പഠിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു എന്താക്കര് ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ടിക്കര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ് അതിൽ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ദീന് പഠിച്ചോണ്ടും നബിരൊട്ടിಗೆ എല്ലാ രീതിയിലും സഹായം സഹകരണാക്കി എന്ന് ഒരാളായിട്ടിക്കര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകു ചൊന്നപ്പോ ഹംസ റളിയല്ലാഹു അൻഹു മദീനത്തിക്ക് ഹിജ്റ ಬಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ദീന് പഠിച്ചിട്ട് പിന്നെ ബദ്ർ യുദ്ധത്തിലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ ഒരാളായിട്ടിക്കര് ഹംസ റളിയല്ലാഹു അൻഹു അല്ലേ ബദ്ർ യുദ്ധത്തില് നല്ല ധീരമായിട്ട് പോരാടിത്ത് ശത്രുമായ മെയിൻ ശത്രുമാരെ കൊന്ന ഒരാളായിട്ടിക്കര് ഹംസ റളിയല്ലാഹു അൻഹു ആ ഒരു അർസൈറ്റിക്കർ ഉഹുദ് യുദ്ധത്തിൽ ആറുകിന്നെ മക്ക മുശ്രിക്കുമാറുകിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ബദ്ർ യുദ്ധത്തിൽ വലിയ പ്രമാണിമാരായിട്ടുള്ളേ ആൾമാർ ഉത്ബ അങ്ങനെ കുറെ ആൾമാരെ അതേപോലെ ഫസ്റ്റ് മക്ക മുശ്രിക്കുമാരെ ഫസ്റ്റ് ശത്രുവായിട്ട് ശത്രുവിടെ കൊന്നൊരാറ് ഹംസ റളിയല്ലാഹു അൻഹു എത്തിക്കർ ബദ്ർ യുദ്ധത്തിൽ അല്ലെ ഒരു തന്നിരെ ബെടുക്കാക്കുകയിട്ട് ഒരു ശത്രു വന്നപ്പ ഹംസ റളിയല്ലാഹു അൻഹു അയാളുടെ മേലെ അറ്റാക്ക് ആക്കിയിട്ട് അയാളെ കൊന്നത് ഞങ്ങൾ ബദ്റിലെ ചരിത്ര ചൊല്ലുമ്പോൾ വിശദീകരിച്ചതേറ്റിക്ക് അപ്പൊ ഇങ്ങനെയുള്ള നല്ല ശക്തമായിട്ട് പോരാടിയ ഒരാളേറ്റിക്കർ ഹംസ റളിയല്ലാഹു അൻഹു അതേ ബദ്ർ യുദ്ധത്തെ അതേ ആവേശത്തിലേറ്റിക്കർ ഉഹുദ് യുദ്ധത്തുക്കും ആറ് ബണ്ടേ ഹംസ റളിയല്ലാഹു അൻഹു ബണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കൽപ്പനും എല്ലാ ഓർഡറും അനുസരിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹുദ് യുദ്ധത്തിക്ക് നല്ലൊരു ആവേശത്തിലും നല്ലൊരു ധീരത്തിലുമായിട്ടിക്കർ അയാള് ഉഹുദ് യുദ്ധത്തിക്ക് ബണ്ടി മാത്രം ആ ഉഹുദ് യുദ്ധത്തോട് കൂടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹുരെ ചാപ്റ്റർ അവിടെ എൻഡ് അവർക്ക് നമുക്ക് കാണും കാരണം ഹംസ റളിയല്ലാഹു അൻഹു ആ എന്തിരെ ഉഹുദ് യുദ്ധത്തിലെത്തിക്കർ മരണപ്പെടുക ബദ്ർ യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ജുബൈർ ഇബ്നു മുത്ഇം അയാളുടെ കുഞ്ഞാബ തുഐമത്ത് ഇബ്നു അദി അയാളുടെ കൊന്നു തിന്തു ഹംസ റളിയല്ലാഹു അൻഹു ബദ്ർ യുദ്ധത്തിൽ ജുബൈർ ഇബ്നു മുത്ഇം ആറ് മുത്ഇം ഇബ്നു അദീരെ മോണൈത്തിക്കർ അപ്പൊ അയാള് ജുബൈർ ഇബ്നു മുത്ഇമിരെ അബ്ബ മുത്ഇം ഇബ്നു അദി ആറ് ನಂಗೆ ಗುರ್ತಿಲ್ಲ ಒರಾಳು ಇಟ್ಟಿಕ್ಕರು ನಂಗ ಚಮ್ಮಪಟ್ಟ ಚಂದ್ರ ಆರು ನೆನ್ಪುಡ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫിലെ ബന്നൽ പിന്നെ കഫാലത്ത് ഏറ്റെടുത്ത് കൊടുത്ത ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിനു അയാളുടെ വിഷയത്തില് നല്ലൊരു സ്ഥാനിന്ത് മനസ്സിൽ നല്ലൊരു സ്ഥാനിന്ത് ജുബൈർ ഇബ്നു മുത്തഇം വരെ ബദ്ർ യുദ്ധത്തിൽ ബന്ദിയാക്കുക കുട്ടിയെ പോകുമ്പോൾ ബന്ദിയായ അവസ്ഥയിൽ നിന്ന് കുട്ടിയെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പൽക്ക ചൊന്തിന്ത് എന്തിരെ മുത്തഇം ഇബ്നു അദി ಬಂತ ನನ್ನೊಟ್ಟಿಗೆ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ബന്ദിമാരನ್ನ ഫ്രീ ആയിട്ട് കൊടുക്കാത്ത കാരണം അത്ര വലിയ സംരക്ഷണം കൊടുത്ത ആളായിട്ടിക്കർ മുത്തഇം ഇബ്നു അദി അപ്പൊ ഈ മുത്തഇം ഇബ്നു അദിയുടെ സഹോദരയിട്ടിക്കർ ജുബൈർ ഇബ്നു മുത്തഇം വരെ കുഞ്ഞാബൈട്ടിക്കർ ആറ് തുഐമത്ത് ഇബ്നു അദി ആ തുഐമത്ത് ഇബ്നു അദിയെ കൊന്നരെ ഹംസ റളിയല്ലാഹു അൻഹു എത്തിക്കർ ബദ്ർ യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നരെ അപ്പൊ അതിരെ അർസ ജുബൈർ ഇബ്നു മുത്തഇം ഗിന്ത് ആ ജുബൈർ ഇബ്നു മുത്തഇം എന്താക്കിത്ത് ബദ്ർ ഈ ഉഹുദ് യുദ്ധത്തിക്ക് ಬಂಡೇക്ക് മുന്നಲು തന്റെ അടിമയായിട്ടുള്ള വഹ്ഷിയൊട്ടിಗೆ ഒരു പൽക്ക ചൊല്ലു ഈ ഉഹുദ് യുദ്ധത്തിക്ക് നീ പറഞ്ഞു സാധാരണ അടിമമാരുടെ യുദ്ധത്തിൽ കൂട്ടിയ പോണ്ടില്ലേ
മാത്രമ ഊഹദ് യുദ്ധത്തിൽ വഹ്ഷിരെ പ്രത്യേകമായിട്ട് അയാൾ എന്താക്കരുത് കുറ്റമുണ്ട്. കാരണം വഹ്ഷി റളിയല്ലാഹു അൻഹു അയാൾ പിന്നെ ഇസ്ലാം സ്വീകരിക്കും. അപ്പൊ വഹ്ഷി റളിയല്ലാഹു അൻഹു ഒരു സ്പെഷ്യാലിറ്റി എന്ത് ഒരു ഈട്ടി ഒരു ജാഗ നോക്കിയിട്ട് എറിഞ്ഞിട്ടായെങ്കിൽ, കയ്യിലുള്ള ഈട്ടി അത് ഒരു ജാഗ നോക്കിയിട്ട് എറിഞ്ഞിട്ടായെങ്കിൽ അത് അതേ ജാഗയ്ക്ക് പോയിട്ട് വീഴും. ആ ഒരു പ്രത്യേകത്തെ വഹ്ഷിಗಿಂತ. അപ്പൊ അത് കൈത്തിക്കര് ജുബൈർ ഇബ്നു മുത്ഇം തന്റെ അടിമയിട്ടുള്ളേ വഹ്ഷിരെ എന്താക്കരെ, ನೀನು ಈ ಯುದ್ಧಕ್ಕೆ ಬಂತು ನಿಕ್ಕುಲ್ಲ ರೂಲ್ ಎಂದ್ರೆ ಹಮ್ಜಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುರೆ ಕೊಲ್ಲೋಣ, ಹಮ್ಜರ ನೀ ಕೊಲ್ಲೋಣ, ಹಮ್ಜರ ಮಾತ್ರ ಟಾರ್ಗೆಟ್ ಹಾಕಿ ನೀ ಕೊಲ್ಲೋಣ. അങ്ങനെ നീ കൊന്നിട്ടായെങ്കിൽ നിക്ക് നാ സ്വാതന്ത്ര്യ തണ്ട്, നിന്റെ നാ വെറുതെ വിടുറെ, അടിമത്തത്തിൽ നിന്ന് നിന്റെ നാ മോചനാക്കറെ. ഒരാൾ അണ്ടത്തെ കാലത്ത് അടിമത്തത്തിൽ നിന്ന് മോചനാവരെ ചൊന്നെങ്കിൽ വലിയൊരു വിഷയം. എത്ര അടിമമാർക്ക് കാസു കൊടുത്തിട്ട് എന്താക്കുകയല്ല സ്വന്തത്തെ സ്വതന്ത്രാക്കുക നമുക്ക് സാധ്യമില്ല ചൊന്നെ. അത്ര വലിയ കാസേറ്റിക്ക് അടിമത്തത്തിൽ നിന്ന് മോചനാവരെ ചൊന്നെങ്കിൽ എല്ലാ അടിമമാരും ആഗ്രഹിക്കണമെന്നേറ്റിക്കರೆ സ്വതന്ത്രമായ ഒരു ജീവനം നമുക്ക് കിട്ടണം. അപ്പ ഈ സ്വതന്ത്രമായ ജീവന കിട്ടണു ചൊಂತ ಆಗ್ರಹಿನ್ನೆ ವಹ್ಶಿ. ಆ ವಹ್ಶಿರೊಟ್ಟಿಗೆ വലിയ ഒരു ഓഫർ ആയിട്ട് ആറ് കൊടുക്കറേ, ജുബൈർ ഇബ്നു മുത്തൈം കൊടുക്കറേ, നീന് ഹംസര കൊന്നിട്ടായെങ്കിൽ നിന്റെ നാ സ്വതന്ത്ര ആക്കറേ. അപ്പൊ ഇതിരാണ്ടി വലിയ കൊസിര വിഷയ വഹ്ഷിക്ക് ಬೇರಿಲ್ಲ ಅಂತ. അങ്ങനെ വഹ്ഷി എന്താക്കിത്ത് അയാള് എല്ലാ ರೀತಿലും റെഡി ആയിട്ട് നാ കൊല്ലുറേ ചൊಂತ. അത് മാത്രല്ല ഹിന്ദ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പെഞ്ഞായി ഹിന്ദ് വിത്ത് ഒത്തുബരെ കൊന്നറാറ് ഹംസ റളിയല്ലാഹു അൻഹു ഇത്തിക്ക് ബദർ യുദ്ധത്തിൽ. അപ്പൊ ಅದರ അർത്ഥം ഹിന്ദ് അബ്ബ ഒത്തുബ. അപ്പൊ ഹിന്ദ്ക്ക് ಐಮಗು എന്തിനെಂತು അർസിന്ത് ಐಮಂ ಬಂತ എന്താക്കിತ್ತು വഹ്ഷിരോട് ചൊന്ന ജുബൈർ ഇബ്നു മുത്ഇം ചൊന്ന പോലെ നീന് ഹംസര കൊന്നിട്ടായെങ്കിൽ നിക്ക് ನಾನು ಬೆಲೆ ಎಂದ್ರೆ നന്റെ ഗോൾഡ്, നന്റെ ബംഗാറ്, അതേപോലെ ಬೆಲೆ ഓഫർ ആക്കിತ್ತು, ഇതിന് ഗിഫ്റ്റ് നാ തണ്ട. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് വഹ്ഷി എന്തായിട്ട് ബാരി കൊസിയത്. അങ്ങനെ ഇത്തിക്കറ് വഹ്ഷി എവിടേക്ക് വേണ്ടി ഉഹുദ് യുദ്ധത്തേക്ക് വേണ്ടി. അങ്ങനെ വഹ്ഷി ഉഹുദ് യുദ്ധത്തേക്ക് ಬಂದು ಖಾಲಿ ಎಂದ್ರಿಗೆ ಹಂಸಾ റളിയല്ലാഹു അൻഹു കൊല്ലുണു ചൊല്ലുற ഒരു ഉദ്ദേശം മാത്രം, വേറെ മുസ്ലിമീങ്ങളെ സോപ്പാട്ടനുണ്ടാ അല്ലെങ്കിൽ ഇസ്ലാമിക്ക് എതിരായിട്ട് ಹೋರಾಡನುಂಟಾ എന്തും വഹ്ഷിയുടെ മനസ്സിലില്ല. വഹ്ഷി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് എന്താക്കറ് ആ സംഭവ ചൊല്ലുறது നമുക്ക് കാണാൻ സാധ്യവും. ഹദീസിൽ നമുക്ക് കണ്ട് വഹ്ഷി റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ്, നീ ഹംസരെ എങ്ങനെ കൊന്ന ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോ വഹ്ഷി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണും. വഹ്ഷി റളിയല്ലാഹു അൻഹു ചൊല്ലുറേ, നക്ക് ഇങ്ങനത്തെ വലിയ ഓഫർ കിട്ടിയപ്പ നാണ് കാലി ഹംസരെ കൊല്ലു, ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലുണു ചൊല്ലുற ഉദ്ദേശം അല്ലാണ്ടെ വേറെ ഒരു ഉദ്ദേശത്തിലും നാ ബന്തില്ല. അങ്ങനെ ശത്രുമാരൊട്ടിಗೆ നാ ടെന്റിൽ ഇന്ന് അങ്ങനെ പിന്നെ ആ ഉഹുദ് യുദ്ധ സ്റ്റാർട്ടായി പിന്നെ നാക്കാലി നോട്ട വെച്ചു ഇന്ന് ഹംസ റളിയല്ലാഹു അൻഹു എപ്പ നക്ക് കൊല്ലുക ചാൻസ് കിട്ടേ ചൊല്ലതേറ്റിക്കർ. ഹംസ റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് ಹೋರಾಡಿ ಇಂತು ഉഹുദ് യുദ്ധത്തിൽ ശത്രുമാരുടെ നടുവിൽ നിന്നിട്ട് അയാൾക്ക് അവരെ പോലെ അയാൾ ಹೋರಾಡಿ ಇಂತು. ആ സന്ദർഭത്തിൽ വഹ്ഷി റളിയല്ലാഹു അൻഹു വഞ്ചി തെച്ചിട്ട് ഒരു ജാഗയില് എപ്പ ഒരു ചാൻസ് കിട്ടേ ചൊന്തു കാത്തിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടിയപ്പ വഹ്ഷി അയാളുടെ കയ്യിൽ ഇന്ന് ആ ഒരു ഈട്ടിരെ വലിച്ചൊരു എറിയൽ. ആ എറിയല് ഹംസ റളിയല്ലാഹു അൻഹുരെ ബൈത്ര കീല ഭാഗത്തേക്ക് ഐത്തിക്കറ് അത് പോയിട്ട് ബൂൾറി. അങ്ങനെ ബൈത്ര കീല ഭാഗത്ത് അത് ബൂന്താമ്പത്തുകു ഹംസ റളിയല്ലാഹു അൻഹു നോക്കു ഇത് എവിടെ ಬಂದ್ರೆ നോക്കുമ്പോ വഹ്ഷിരെ കാണ്ട് അതിൽ 2 സ്റ്റെപ്പ് എതിർ പണ്ട് വഹ്ഷിരെ കൊല്ലുകും മാത്രമാ പിന്നെ എതിർ പോകാവാണ്ടെ ഹംസ റളിയല്ലാഹു അൻഹു ആ ഉഹുദ് യുദ്ധത്തെ ഭൂമിക്ക് അയാള് കീഴ് ബൂൾറതായിട്ടിക്കറ് നമുക്ക് പിന്നെ ചരിത്രത്തിൽ കാണ്ടി. അവിടെ വെച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു എന്താവു ഷഹീദ് ആവുറതായിട്ടിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണ്ടി. ആ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് അവിടെ കൊന്നത് മാത്രം നമുക്ക് മയ്യറ്റില്ല. അങ്ങെന്താക്കിന്നാറ് മക്ക മുശ്രിക്കുമാറ് ഹംസ റളിയല്ലാഹു അൻഹുടെ കണ്ണും മൂക്കും കാതുമെല്ലാം ചെത്തിയെടുത്തിട്ട് എല്ലാം ഷേപ്പ് ഔട്ട് ആക്കിന്നാർ. അത്രമാത്ര അർസിന്താറൊട്ടിಗೆ ഹംസ റളിയല്ലാഹു അൻഹു. വഹ്ഷി റളിയല്ലാഹു അൻഹു ചൊല്ലുറേ, നാനാ ഈട്ടി എറിഞ്ഞേൽ പിന്നെ അതിനെ നാണ് എടുത്ത സീത നമ്മുടെ ടെന്റിൽ പോയി നാ തെച്ച, വേറെ എന്തും നക്ക് ഉദ്ദേശം ഇല്ല എന്നിട്ട് വഹ്ഷി റളിയല്ലാഹു അൻഹു ചൊല്ലുറേ. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹുടെ കൊന്ന വിഷയ കേട്ടിട്ട് പിന്നെ അതായത് യുദ്ധല്ലായാൽ പിന്നെ മുശ്രിക്കുമാരേറ്റിക്ക് ഉഹുദ് യുദ്ധത്തിൽ ലാസ്റ്റ് വിജയം കിട്ടി. അപ്പൊ യുദ്ധല്ലായാൽ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുടെ തേടിയോ ബന്ത് ആറ് ജുബൈർ ഇബ്നു മുത്ഇം. അയാൾ തേടിയോ ബന്ത് ഹംസ റളിയല്ലാഹു അൻഹുടെ കണ്ണുരും മൂക്കറുമല്ല
ಬೇರೆ ಬೇರೆ ಹಾಕಿಟ್ಟು ಇಡೀ ಆ ಮುಗತ್ತೆಮೆ ഷേപ്പ് ഔട്ട് ആക്കിയിട്ട് വിട്ടുത്തു. അത് ഹംസ റളിയല്ലാഹുവിനോട് മാത്രമല്ല, ഉഹുദ് യുദ്ധത്തിൽ ശത്രുമാർ സാധാരണ മുസ്ലിമീങ്ങളെ മയ്യത്തിരാൻ എന്താക്കിന്നാറ്, കണ്ണും മൂക്കല വേറെ വേറെ ആക്കിന്നാറ്. ചൊന്ന അത്രമാത്രം അർസ അങ്ങ് തീർത്ത് തിന്നാറ്. അതിൽ ഒരാളേറ്റിക്കർ ഹംസ റളിയല്ലാഹു അൻഹു. ഹിന്ദ് ഐമം ബന്ത് നോക്കിയിട്ട് എന്താക്കിത്ത് ഐമോ അവരെ പോലെ ഷേപ്പ് ഔട്ട് ആക്കിയിട്ട് മാത്ര ഒരു ചരിത്രം ഉണ്ട്. എന്തേ ഹംസ റളിയല്ലാഹുവിനോട് ബൈത്ര പറിച്ചിട്ട് കറിലെടുത്തിട്ട് ചവിട്ടി തുപ്പിത്തിട്ടല്ലോ ഉണ്ട്. അത് ലൈഫ് ഹദീസ് എത്തിക്കർ, അത് എന്തല്ല സ്വഹീഹ് അല്ല. കുറെ ആൾമാർ ചരിത്രം ചൊല്ലും അങ്ങനെ ചൊല്ലാറ്. ഹിന്ദ് വന്ന് കറിലെല്ലാം എടുത്തിട്ട് ചവിച്ചിട്ട് തുപ്പിട്ട് പിന്നെ കൈക്കാളറെല്ലാം മാലാക്കിയിട്ട് അവിടെ ഡാൻസ് ആക്കിയിട്ടുള്ള കുറെ ആൾമാർ ഇങ്ങനെ ചരിത്രം ചൊല്ലും. മാത്ര അതെന്തല്ല സ്വഹീഹ് അല്ല, അത് ലൈഫ് എത്തിക്കർ. മാത്ര ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖ കണ്ണ് കാത് ಬೇರೆ ಬೇರೆ ಹಾಕಿയത് നമുക്ക് ഒല്ല ഒരു ചരിത്ര ഇറ്റിക്കർ, അത് യാഥാർത്ഥ്യ ഇറ്റിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധയിൽ പിന്നെ അങ്ങ് വിജയിച്ചിട്ട് ഞങ്ങൾ വിന്നായട്ടല്ല ശത്രുമാരല്ല ചൊന്തു പോയൽ പിന്നെ അവിടുള്ളേ ആ ഉഹുദുരെ ഭൂമിയിലുള്ളേ ആരെല്ലാം മരണപ്പെട്ടാറ് നോക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർകു ഹംസ റളിയല്ലാഹുവിന്റെ മയ്യത്ത് കൊമണ്ടാർ സഹാബിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ബുൽപുഡു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ തന്നി വണ്ട് ഭയങ്കര ബേജാറാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഹംസ റളിയല്ലാഹുവിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരാളായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നബിരെ എന്തേ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിന്റെ ഒരാളായിട്ടിക്കർ. ബലത്തെ ഭാഗത്ത് ഉമർ റളിയല്ലാഹുവിനുണ്ടായി, അടുത്ത ഭാഗത്ത് ഹംസ റളിയല്ലാഹു, ഇങ്ങനെ ആ ഒരു രൂപത്തിലേത്തിക്കർ ഇന്നി ആ ആള് മരണപ്പെട്ടത് നോക്കിയിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ബേജാറായിട്ട് മാത്രല്ല ആ കണ്ണു മൂക്ക് ಬೇರೆಲ್ಲ ആക്കി നോക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ബേജാറായി. അങ്ങനെ അതുക്ക് കഫനിടുക ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മയ്യത്തുക്ക് കഫനിട്ടാൽ പിന്നെ സഫിയ റളിയല്ലാഹു അൻഹു ഓടിയ പണ്ട് ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു ചൊന്തു വിഷയം കിട്ടിയപ്പ സഫിയ റളിയല്ലാഹു അൻഹ ഓടിയ പണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ ഹംസ റളിയല്ലാഹു അൻഹുരെ സഹോദരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമി. ഐമ ഹംസ റളിയല്ലാഹു അൻഹുരെ നോക്കുകയിട്ട് ഓടിയ പണ്ട്. ഐമും ഹംസ റളിയല്ലാഹുനും ഭയങ്കര നല്ല ഒരു സഹോദര സഹോദരിമാരായി തിന്നാർ. അങ്ങ് ഒട്ടികം ഇസ്ലാം സ്വീകരിച്ചത് ഒട്ടികം എത്തിക്കര് ഹിജറ വന്നത്. അപ്പൊ സഫിയ റളിയല്ലാഹു അൻഹ ഹംസ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ടുണ്ട് വിഷയം കിട്ടിയപ്പ ഹംസ റളിയല്ലാഹു അൻഹു നോക്കുക ഓടിയ പണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹരെ മോണു സുബൈർ ഇബ്നുൽ അവ്വാം മോണ്ടൊട്ടി ചൊല്ലു, നിന്റെ ഉമ്മറൊട്ടിಗೆ ഇപ്പറ ಬರಂಡ ചൊല്ലു പോവും. ഹംസ റളിയല്ലാഹു അൻഹു നോക്കുക ബറണ്ട ಅಂತ ചൊല്ലു. അങ്ങനെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ಬೇಗ ಓಡಿಯ പോണ്ട് ഉമ്മറ മുട്ട ഓടിയ പോയിട്ട് ചൊല്ലു, നീ എവിടേക്ക് പോണ്ടേ? അപ്പൊ ഉമ്മ ചൊല്ലണ ഹംസ റളിയല്ലാഹു അൻഹു നോക്കണം. അപ്പൊ മോന് ചൊല്ലു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇല്ല നിങ്ങൾ പോകണ്ട അവിടേക്ക്, അവിടെ പോണു നാ വിടില്ല. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ കൈ ചെത്തിട്ട് പോണ്ട്, പിന്നും പോണ്ടു. രണ്ടാമത്തെ വട്ടം സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പെറോല പോയിട്ട് ചൊല്ലു, ഉമ്മ നിങ്ങ പോവണ്ട, ഹംസ റളിയല്ലാഹു അൻഹു നോക്കണ്ട, നിങ്ങൾ അവിടെ പോവണ്ട. ആയെങ്കും പൽക്ക് കേൾക്കാണ്ട് സീത പോണ്ടു. ലാസ്റ്റിക്ക് സുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇത് നാ ചൊല്ലற പൽക്കല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതേ ടിക്കറ്, നബി പോവണ്ട ചൊന്നരേ. അത് കേട്ടതേ പിന്നെ ഒരു കാൽ എതിർ വെച്ചിട്ടില്ല. അതേ ടിക്കറ് സഹാബിര നബി ചൊന്ത പിന്നെ തീന്ത് അങ്ങ എത്രേ ഇഷ്ടപ്പെടട്ടെ എന്തേ ഒരു കാര്യാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തുണ്ടി കേട്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റോപ്പ്. അതേ ടിക്കറ് സഹാബിര. അപ്പൊ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു നബി ചൊന്ന പൽക്കൈ ടിക്കറിന് ചൊന്നപ്പ പിന്നെ അവിടേക്ക് ഒരു സ്റ്റക്ക് ആവൽ. പിന്നെ ആയ്മ എതിർ പന്തിട്ടില്ല, അവിടെ നിന്റെ ബുൽപിട്ടുത്തു. ആ ബുൽപ്പ് നോക്കിയിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നി ആയ്മറക്ക് അടുത്തൊരു ബർട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട സഫിയ റളിയല്ലാഹു അൻഹ ബണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണി എടുത്തിട്ട് കാട്ടി കൊടുക്കുറു. സഫിയ റളിയല്ലാഹു അൻഹക്ക് ഭയങ്കര ബേജാറാവും. നോക്കിയിട്ട് ആ അവസ്ഥ നോക്കിയിട്ട് മാത്ര ബൊബിട്ടിട്ടില്ല, നെഞ്ഞു കടിച്ചിട്ടില്ല, സബറെടുത്തിട്ട് അയ്മറ കണ്ണിൽ തന്നിയിട്ടിക്കറ് ബണ്ണറി. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്ക ചൊല്ലു, എന്തേ ഹംസ റളിയല്ലാഹു അൻഹുരെ ഇതേ അവസ്ഥയിൽ നാനൂടെ ബുട്ടുപോവാത്ത, മറമാടാണ്ടെ ദഫനാക്കാണ്ടെ ഇതേ അവസ്ഥയിൽ നാനൂടെ ബുട്ടുപോവാത്ത. അങ്ങനെ ബുട്ടുപോയെങ്കിൽ എന്താ വേണ്ട പക്ഷി ഗിടുക അതേപോലെ ബാക്കിന്നതെല്ലാം വന്ന് ഒന്നൊന്നെ ഒരു അവയവ കൊത്തിയെടുത്തിട്ട് തിണ്ടുപോണ്ടു. അപ്പൊ പൂർണ്ണമായ ഷഹീദര കൂലി ആറ് കിട്ടറ്
ഹംസ റളിയല്ലാഹു കെട്ടറ്. അപ്പൊ அதுக்கு ആ ഒരു അവസ്ഥക്ക് நான் விட்டுவாத மாத்திர சஃபியா ரலியல்லாஹு அன்ஹாக்கு பேஜாராவுடன் சொல்ற ஒரு நிலைக்கு மாத்திரை டிக்கரு ഇതിനെ ನಾನು ദഫനാക്കിയുള്ളേൻ. ഹംസ റളിയല്ലാഹുവിനെ ദഫനാക്കിയുള്ളൂ. കാരണം പാതി അവയവല്ല പോയിര്, പൂർണ്ണമായ അവയവ പോയിട്ട് പൂർണ്ണമായ പ്രതിഫല കിട്ടുകയിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പൽക്ക ചൊല്ലി. സഫിയ റളിയല്ലാഹു അൻഹക്ക് ബേജാറ് ആയില്ലാണ്ടായെങ്കിൽ ನಾನು ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെമേ വിട്ടുപോവാത്ത അപ്പൊ പക്ഷി അതിതെല്ലാം വന്ന് തിന്നിട്ട് പൂർണ്ണമായ ഒരു പ്രതിഫല പൂർണ്ണമായ ഒരു അവസ്ഥ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു അൻഹു കൊടുക്കാത്ത ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലறது കാണ. അപ്പൊ അങ്ങനെ ഇട്ടിക്കറ് ഹംസ റളിയല്ലാഹു അൻഹുരെ ആ ഒരു അവസ്ഥ നമുക്ക് ചരിത്രത്തിൽ ഉഹുദ് യുദ്ധത്തിൽ കാണുക സാധ്യമായി. പിന്നെ വഹ്ഷി അയാൾ എന്താ ഒരു ഇസ്ലാം സ്വീകരിക്കുക. അയാൾ എപ്പോ ഇസ്ലാം സ്വീകരിക്കേ? മക്ക ഫത്ത് ആയാൽ പിന്നെ കൊറിയ ടൈം ആയാൽ പിന്നെ ഇട്ടിക്കറ് വഹ്ഷി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കും. അത് മക്ക ഫത്തുടെ ടൈമിൽ വഹ്ഷി മക്കത്തിൽ ഇക്കറ്. അയാൾ പിന്നെ സ്വതന്ത്രമായിട്ട് മക്കത്ത് പോയാൽ പിന്നെ ജുബൈർ ഇബ്നു മുത്തൈം എന്താക്കറ്, അയാളുടെ ചൊന്ന പൽക്ക ബലമേ അയാളുടെ എന്താക്കറ് സ്വതന്ത്രാക്കറ്. അങ്ങനെ നല്ല സ്വതന്ത്രമായിട്ട് അയാൾ ജീവിക്കറ്. മക്ക ഫത്തുടെ ടൈമിൽ അയാൾ മക്കത്തെ ഓടും, ത്വായിഫ് ഓടും. അങ്ങനെ പിന്നെ ത്വായിഫ് മുസ്ലിമിങ്ങളെ അണ്ടറിൽ വന്നപ്പ പിന്നെ ഓടുക പിന്നെ അയാൾക്ക് എവിടെ ആവാണ്ടാമത്തുകു കുറെ ആൾമാർ വന്നറി, നീ എത്രണ്ട് ഓടുവേ, നീ നബിറൊട്ടിಗೆ പോയിട്ട് എന്താക്ക് തൗബാക്കി മാഫിക്ക അള്ളാഹുവിന്റെ റസൂൽ മാഫ് തണ്ടാലായിട്ടിക്കറ്. അങ്ങനെ ഈ വിഷയം കേട്ടപ്പ അയാൾ എന്താക്കറ് വഹ്ഷി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು നബിറൊട്ടിಗೆ മാഫ് കേക്കറ്. നബിരെ കാണുമ്പത്തിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്ഷിരെ കാണുമ്പത്തിಗೆ കേക്കറ്, എന്തേ അന്ത വഹ്ഷി, നീ വഹ്ഷി അല്ലേ? അപ്പൊ അയാൾ சொல்றதே നാം അന വഹ്ഷി, നാ വഹ്ഷി ആയിട്ടിക്കറേൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ് അന്ത ഖതൽത ഹംസ, നീ അല്ലേ ഹംസരെ കൊന്നറി? അപ്പൊ അയാൾ சொல்றോക്കു അതെ അതൊന്നു സംഭവിച്ചിട്ട് നണ്ടൊട്ടിಗೆ. അഖ്ബിർനി കൈഫ ഖതൽത, നീ എങ്ങനെ ഇട്ടിക്കറ ഹംസരെ കൊന്നേ ചൊന്തു തെല്ല് വിവരിക്ക് ചൊന്തു അവിടെ ചൊല്ലു. അപ്പൊ ഇത്തിക്കറ് ഹംസ റളിയല്ലാഹു അൻഹു ഈ ചൊന്നേ ആ ഒരു വിഷയ ഹംസ റളിയല്ലാഹു വഹ്ഷി റളിയല്ലാഹു അൻഹു എന്താക്കറ് വിശദീകരിക്കറ്, ഇങ്ങനെ കൊന്നേ. അതിൽ പിന്നെ അയാൾ എന്താക്കറ് ഷഹാദത്ത് കലിമ ചൊല്ലു. ഷഹാദത്ത് കലിമ ചൊന്തു ഇസ്ലാമുക്ക് പണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിരൊട്ടിಗೆ ഒരു പൽക്ക ചൊല്ലു, ഫഹൽ തസ്തതിഉ അൻ തുഗയ്യിറ വജ്ഹക അന്നി, നിക്ക് സാധിക്കുന്നുണ്ടായെങ്കിൽ നിന്റെ മുഖ നക്ക് കാട്ടാണ്ടിക്കൊക്കെ നീ ശ്രദ്ധിക്കും. കാരണം എന്ത്, നിന്റെ നോക്കുമ്പോ നക്ക് നിന്റെ കുഞ്ഞാബ ഹംസരെ നെനപ്പവിടെ. അത് കഴിത്ത് നിക്ക് സാധിക്കുന്നുണ്ടായെങ്കിൽ നിന്റെ മുഖ നന്റെ എതിർലു കാട്ടാണ്ടിക്കൊക്കെ നീ ശ്രദ്ധിക്കും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. വഹ്ഷി റളിയല്ലാഹു അൻഹു ചൊല്ലു, പിന്നെ നാണ് നന്റെ മുഖ നബിಗೆ ನಾ ಕಾಟಿತ್ತಿಕ್ಕಾಲ ഒരു സദസ്സിൽ ദയിക്കുമ്പോ നാ നബിര് പെറൂൽ തെച്ചു ഇന്നി നണ്ട് നോക്കണ്ട ചൊന്തുള്ള നിലക്ക് ആ ഒരു ഇത് നക്ക് ഭയങ്കര ಖೇದಾಯಂಟಿಂತು ವಹ್ಷಿ റളിയല്ലാഹു അൻഹു ചൊല്ലു, നബിಗೆ നന്റെ മുഖ നോക്കുക സമയത്ത് ഇഷ്ടില്ലാണ്ടായിപ്പോയിത്തല്ലേ ചൊന്തുള്ള ആ ഒരു ಖೇದ നന്റെ മനസ്സിൽ എപ്പും ഇൻത്ത്. ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് ചൊന്തുള്ളേ ഒരു കള്ള പ്രവാചക അല്ലെ, ഒരു കള്ള നാണ് റസൂല് ചൊന്തോർത്ത ബന്ന മുസൈലിമത്തുൽ കദ്ദാബ് അവണ്ടൊട്ടിಗೆ ಯುದ್ಧ ಹಾಕುಗೈತು. ಎವಡೆ ಹೋಯ್ತು ಅವನೊಟ್ಟಿಗೆ ಯುದ್ಧ ಹಾಕುಗೈತು. ಮುಸೈಲಿಮത്തുൽ കദ്ദാബ് ಅವರೊಟ್ಟಿಗೆ ಯುದ್ಧ ಹಾಕುಗೈತು ಯಮಾಮ ಯುದ್ಧ. ആ യമാമ യുദ്ധത്തിക്ക് പോയപ്പ അതേ ചാട്ടില് വഹ്ഷി റളിയല്ലാഹു അൻഹു ഹംസരെ കൊന്ന അതേ ചാട്ടില് മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലുറതായിട്ടിക്കറ് പിന്നെ നമുക്ക് ചരിത്രത്തിൽ കാണും. മുസൈലിമത്തുൽ കദ്ദാബ് അതേപോലെ എറിഞ്ഞിട്ട് അവന്റെ കൊല്ലുറു. ആ കൊന്നിട്ടയിൽ പിന്നെ മുസൈലിമത്തുൽ കദ്ദാബ് കൊന്നിട്ടയിൽ പിന്നെ വഹ്ഷി റളിയല്ലാഹു അൻഹു ചൊല്ലുற പൽക്ക ഖതൽതു ഖൈറൻ നാസി ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാത്തന്റെ ഖൈറായ ഒരാളെ നാ കൊന്നുന്നെ. വഖതൽതു ശർറൻ നാസി മുസൈലിമത്തുൽ കദ്ദാബ്, അതേപോലെ മനുഷ്യന്മാരിൽ വെച്ചിട്ട് എല്ലാത്തന്റെ ഷർറായ ഉണ്ടും ഇതേ ഈട്ടിൽ നാ കൊന്നെ. அதுக்கு ബദലായിട്ട് ഇത്തിക്കറി ഇത് ചൊന്തു വഹ്ഷി റളിയല്ലാഹു അൻഹു ചൊല്ലുறது നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കൂല വിഷയ ഒരാള് ഉലമാക്കന്മാർ വിശദീകരിക്കാർ, ഒരാള് ഒരു തപ്പാക്കിണ്ടായെങ്കിൽ அதுக்கு ബദലായിട്ട് നല്ലതാക്കിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല அதுக்கு யாரை ഇഷ്ടയിത്തിക്കർ തൗബാക്കി മടങ്ങി അല്ലാഹു തൗബാക്കറ. എങ്കിൽ அதுக்கு ബദലായിട്ട് ഒരു നല്ലതാക്കിണ്ടായെങ്കിൽ അത് യാറ ഹൈറൈറ്റിക്കർ അതേറ്റിക്കർ വഹ്ഷി റളിയല്ലാഹു അൻഹു ആക്കി. ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന ആ ഒരു തപ്പ് നണ്ടുകൂടി സംഭവിച്ചിട്ട് അതിൽ പിന്നെ മുഖ്യ ശത്രുവായ ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവായ മുസ്ലിമത്തുൽ കദ്ദാബിനെ അതേ ഈട്ടിൽ വെച്ചിട്ട്
വഹ്ഷി റളിയല്ലാഹു കൊല്ലു. അതിൽ പിന്നെ തിക്കർ വഹ്ഷി റളിയല്ലാഹു എന്താ ഒരു സമാധാനം കിട്ടി, നെമ്മതി കിട്ടി അല്ലേ. അപ്പൊ ഇത് ഞങ്ങൾ മനസ്സിലാക്കുവാനായി ഒരു ചരിത്ര ടിക്കർ മാത്രല്ല. ഈ ഹംസ റളിയല്ലാഹുവിനോട് കൊന്ന ചരിത്ര വിശദീകരിക്കലോടെ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി ചൊല്ലു, ഹംസ റളിയല്ലാഹു വഹ്ഷിനെ നോക്കിയിട്ട് കേരെ ആക്കിയിട്ടില്ല ಅಂತ. അത്ര വലിയ വിഷയമേ ആക്കിയിട്ടില്ല. കാരണം അയാൾ ഒരു അടിമ, എത്ര ഉണ്ടെങ്കിൽ എന്തിനാക്കൂ. ആ ഒരു രീതിയിലേറ്റിക്ക് ഹംസ റളിയല്ലാഹു ആ യുദ്ധത്തില് വഹ്ഷി റളിയല്ലാഹുവിനോട് കണ്ട്രി ഫസ്റ്റ് നോക്കിയിട്ട് കേറാക്കിയിട്ടില്ല. അതേ വഹ്ഷി ആയിട്ടിക്ക് പിന്നെന്താക്കുക ഹംസ റളിയല്ലാഹുവിനോട്. അപ്പൊ ഈ ഒരു വിഷയം വിശദീകരിക്കലോടെ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി ചൊല്ലി, എത്രേ ചെറിയ ശത്രു ആവട്ടു അവന്റെ ചെറിയായിട്ട് കാണോ തീരാ, അവന്റെ എപ്പം ഞങ്ങൾ ബെല്ലിയാക്കിയിട്ടേ കാണും. അതേപോലെ എത്രയും നിസ്സാരമായ കാര്യത്വം എത്ര ചെറിയ തപ്പുരം അത് ചെറിയ തപ്പല്ലേ ചൊന്തു ഞങ്ങൾ നിസ്സാരാക്കുത്തീറ, അതിൽ ബെല്ലിയായിട്ടേ കാണുന്നു ചൊന്തു ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി ചൊല്ലത് നമുക്ക് കാണും. ഹംസ റളിയല്ലാഹു മരിക്കുമ്പോ ഉഹദ് യുദ്ധത്തിൽ 31 ആളിലെ കൊന്നിട്ടിന്ത്, ശത്രുമാരിൽ നിന്ന് 31 ആളിലെ കൊന്നിട്ടിന്ത്. അതിൽ പിന്നേത്തിക്ക് ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തില് മരണപ്പെടേ ചൊല്ലത് നമുക്ക് ചരിത്രത്തിൽ കാണും. ഇവിടെ ഞങ്ങൾ ഓർക്കനായി പിന്നൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, യൽഹഖുല്ലാഹു ലിറജുലൈനി, ജണ്ടാല നോക്കിയിട്ട് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചിരിക്കിറാൻ. യഖ്തുൽ അഹദുഹുമാ അൽ ആഖറു കിലാഹുമാ യദ്ഖുലുൽ ജന്ന, ഒരാള് പിന്നൊരാളെ കൊന്നിട്ടിക്കറ മാത്രം ജണ്ടാലും സ്വർഗത്ത് പോണ്ടി. ഇങ്ങനെ ജണ്ടാലും നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് ചിരിക്കിറ ചൊന്തേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ ഇത് ചൊന്നപ്പോ സാബിറൻ കേൾക്കാറ്, കൈഫ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ അത്, അതായത് ഒരാൾ പിന്നൊരാളെ കൊന്നിട്ടിക്കറ് മാത്രം ജണ്ടാലും സ്വർഗത്ത് പോണ്ടി എങ്ങനെ ചൊന്ത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, യുഖ്തലു ഹാദാ ഫയലിജുൽ ജന്ന, ഒരാൾ പിന്നൊരാളെ കൊന്നിട്ടാകുമ്പോ ആ കൊല്ലപ്പെട്ട ആള് സ്വർഗത്ത് പോണ്ട് ഫസ്റ്റിಗೆ. സുമ്മ യതൂബുല്ലാഹു അലൽ ആഖർ ഫയഹ്ദീഹി ഇലൽ ഇസ്ലാം, ഈ കൊന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്താക്കറ, ഹിദായത്ത് കൊടുത്തിട്ടു ഇസ്ലാമിലാക്കറ. സുമ്മ യുജാഹിദു ഫീ സബീലില്ലാഹി ഫയുസ്തഷ്ഹദു, പിന്നെ അയാളും യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ട് അയാളും എന്താവും ഷഹീദാവും. ജണ്ടാലും ഈ കൊന്നാലും കൊല്ലപ്പെട്ടാലും ജണ്ടാലും സ്വർഗത്ത് പോകുമ്പോത്തുകു അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നോക്കി ചിരിക്കിരുണ്ടേത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ ഇതൊരർത്ഥത്തിൽ ഹംസ റളിയല്ലാഹുവിനോടും വഹ്ഷി റളിയല്ലാഹുവിനോടും ഈ ജണ്ടാലെ വിഷയത്തിൽ ഇതെന്താ ഒരു മാച്ച് ആവും. ഹംസ റളിയല്ലാഹുവിനോട് വഹ്ഷി കൊന്നിട്ടു, പിന്നെ വഹ്ഷി റളിയല്ലാഹുവിനെ എന്താക്കി ഇസ്ലാം സ്വീകരിക്കര്, പരലോകത്തെത്തുമ്പോ ജണ്ടാലും ഒട്ടിಗೆ എത്തിക്കറ് എന്താ ഒരു സ്വർഗത്തേക്ക് പോണ്ടേ ചൊല്ലത് ഞാൻ മനസ്സിലാക്കുന്ന ഇവർക്കാരെ എത്തിക്കറ്. അങ്ങനെ ഹംസ റളിയല്ലാഹുവിനു ആ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് എന്താ ഒരു ഷഹീദാവും. അങ്ങനെ യുദ്ധം ഭയങ്കര ശക്തമായിട്ട് നടന്നു വയ്ക്കുന്ന സന്ദർഭത്തിൽ പിന്നും ഹംസ റളിയല്ലാഹുവിനോട് അവിടെ ആ യുദ്ധത്തെ നടുവിലെത്തിക്കുക എന്താ അവിടെ കൊല്ലപ്പെടുക. പിന്നും യുദ്ധം എന്തായിട്ടുണ്ടു ശക്തമായിട്ട് ആയോണ്ടുണ്ടു. ആ യുദ്ധം ആയോണ്ടിക്കുന്ന സന്ദർഭത്തിലേറ്റിക്കറ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അപ്പൊ അയാൾ മുശ്രിക്കൈത്തിന് അയാളുടെ നേതൃത്വത്തിൽ ഇന്ന് കുതിരപ്പടയാളി മാറി അങ്ങ് ഏതേ ഒരു ഗ്യാപ്പുള്ള ജാഗ ബറുകു നോക്കി ഇന്നാർ. എവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാ മുസ്ലിമിങ്ങൾ ഉൾഗത്തിക്ക് എൻ്റർ ആവുക എന്തേ ഒരു ഗ്യാപ്പ് ഉണ്ടാ ചൊന്തു അങ്ങെന്താക്കി ഇന്നാർ നോക്കി ഇന്നാർ. ആ നോക്കി ഇന്ന സന്ദർഭത്തിൽ അപ്പൈത്തിക്കർ ഈ ചെറിയ ഗുഡ്ഡരെ നടുൽ ഈ മൊത്തലു ഞങ്ങൾ മുന്നാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച പോലെ 2 ഗ്യാപ്പിന്ത് ആ ഗ്യാപ്പില് ബലത്തെ ഭാഗത്തെ ഗ്യാപ്പിൽ ബറോകയിട്ട് അങ്ങ് ശ്രമിച്ചാർ. അപ്പൈത്തിക്കറ് ഈ ഗുഡ്ഡല് നിപ്പാട്ടെ 50 ആൾമാർ ബില്ല് ബാൺ അടിക്കിற 50 ആൾമാർ അങ്ക് ബില്ല് ബാൺ അടിച്ചിട്ട് പെറു ഓടുപാട്ടി 3 വട്ട അങ്ങെന്താക്കിന്നാർ ശ്രമിച്ചിന്നാർ. ആ 3 വട്ടം അങ്ങ് ബില്ല് ബാൺ അടിച്ചിട്ട് അങ്ങനെ പെറു ഓടുപാട്ടിന്നാർ. അതിൽ പിന്നെ ഖാലിദ് ഇബ്നു വലീദ് എന്താക്കിന്ത് ഒരു ജാഗിൽ വഞ്ചി തെച്ചിന്ത്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സന്ദർഭത്തിലേറ്റിക്കറ് യുദ്ധ എന്താ ഒരു മുസ്ലിമീങ്ങളെ കൈക്ക് കിട്ടു, മുസ്ലിമീങ്ങൾ അണ്ടറിൽ കിട്ടു, യുദ്ധത്തിൽ വിണ്ണായാർ അത്രത്തോളു മുസ്ലിമീങ്ങ എന്താക്കിന്നാർ വിജയിച്ചിന്നാർ. ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ ആ ഫസ്റ്റ് ഘട്ടത്തിൽ ശത്രുമാർക്ക് എന്തും ആക്കുകയായിട്ടില്ല. ഒന്നാമത്തേത് അങ്ങനെ ഫ്ലാഗുള്ള കീൽ പോന്നൂറു, അതേപോലെ അങ്ങ് പെറു ഓടിയോ പോയാർ. എവിടത്തോൾ ഓടിയോ പോയർച്ചെന്നെങ്കിൽ പെറുവിലുള്ള പെണിങ്ങ അങ്ങനെ 4 ഗಂಟೆ കാണ്ടോടത്തോളൂ അങ്ങനെ ഡ്രസ്സ് വൈത്തിത്ത് ഓടിയോ പോയിട്ടിന്നത് സമയത്തെ ഞങ്ങൾ നോക്കിയാണ്ട് ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ. അപ്പൊ പെറോലുള്ള പെണിങ്ങ ഓടണുണ്ടായെങ്കിൽ എന്തെങ്കിലും പെണിങ്ങ എല്ലാ തണ്ടി ലാസ്റ്റിൽ ഇക്കറി. അപ്പൊ ഫസ്റ്റ് അങ്ങമേ എന്താക്കിയാറ് ഓടിയ പോയിട്ട് ആ പെണിങ്ങ സമയത്തെ ഓടിയ പോയിന്നാറ് അങ്ങനെ 4 ഗಂಟೆ അത് സമയത്ത് നമുക്ക് കണ്ടു ചൊന്തത്തിക്കറ് മുസ്ലിമീങ്ങ ചൊല്ലറേ. അപ്പൊ അത്രത്തോളം അങ്ങ് എന്താക്കിന്നാറ്
യുദ്ധത്തില് മുസ്ലിമീങ്ങ വിന്നായിന്നാർ. അങ്ങനെ ഓടുപാട്ടിട്ട് മുസ്ലിമീങ്ങ ഓടുപാട്ടിട്ട് എന്താക്കിയാറ്, ആ യുദ്ധഭൂമിയിൽ നിന്നേ പുറത്താക്കിന്നാർ. അത്രത്തോളം ദൂരത്തിൽ പോയിരാർ, ചമ്മ ദൂരം യുദ്ധഭൂമി വിട്ടിട്ടുള്ള പോയിരാർ. അപ്പൊ ഇവിടെ ഈ ഗുഡലുള്ള ആൾമാർ, ഈ 50 ആൾമാർക്ക് എന്താവു ഇങ്ങ അവിടെ കാണ്ടാർ. യുദ്ധത്തിൽ അങ്ങ് എത്ര ദൂരെ പോയിരാർ. കാല് യുദ്ധത്തിൽ ഭൂമിയിലാറില്ലേ കുറെ മർച്ചങ്ങും അതേപോലെ കുറെ ആയുധ ഇതെല്ലാം അവിടെ ഭൂമി കിടന്നതുകൊണ്ടു. അവനെ ഖാലിദ് ഇബ്നു വലീദ് അയാള് വഞ്ചിച്ചിട്ട് ഇത് നോക്കിയോണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗുഡൽ നിപ്പാട്ടെ 50 ആൾമാർക്ക് ഇങ്ങനെ കണ്ടില്ല. ഖാലിദ് ഇബ്നു വലീദിന്റെ സൈന്യത്തെ ഇങ്ങ വഞ്ചിച്ചിന്നാറ് ഇങ്ങനെ കണ്ടില്ല. ബാക്കി ഞങ്ങൾ ഓടി പോണ്ടതേ ടിക്കറി ഇങ്ങ കണ്ടി. അങ്ങനെ എല്ലാരും ഓടിയാറിട്ട് നിർച്ചയിൽ പിന്നെ ടിക്കറി ഈ 50 ആൾമാർ എന്താക്കറേ, ആ 50 ആൾമാരിൽ കുറെ ആൾമാർ അൽ ഖനീമ ചൊന്തു ബൊಬ್ಬಿಡ್ರಿ. ഗനീമത്ത് സ്വത്ത് ചൊന്തു എന്താക്കറി ബൊಬ್ಬಿಡ್ರಿ. അപ്പൊ കുറെ മുസ്ലിമീങ് അവിടെ എന്താക്കി വിന്നാറ്, ഗനീമത്ത് സ്വത്ത് ഒട്ടിಗೆ ആക്കി വിന്നാറ്. അങ്ങനെ അങ്ങലൊട്ടിಗೆ ഞങ്ങ കൂടാ, ഞങ്ങ ഹെൽപ്പ് ആക്കാ ചൊന്ത് എന്താക്കിയാറ്, ആ ഗുഡലുള്ള ആൾമാർ ഇലിയോ ഭർത്താവിടാറ്. അങ്ങനെ ഇലിയോ ഭർത്താവുമ്പത്തേക്ക് ആ ലീഡർ, ആ ഗുഡൽ 50 ലീഡറായി തിന്നാറ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലു, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളൊട്ടിಗೆ ചൊന്നത് നിങ്ങൾ മറന്നാറാ? ഊಡ್ರಿ എന്തായെങ്കിലും നിങ്ങൾ പന്തു കുത്തിയറാ ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തിന്ത് അത് നിങ്ങൾ മറന്നിട്ട് ആ ഗുഡറി ഊಡ್ರಿ നിങ്ങൾ കീലിഞ്ഞു പോണ്ടമാ. അപ്പൊ അങ്ങ് ചൊന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു റൊക്കു ആയെങ്ക ഇപ്പൊ നമുക്ക് വിജയ് കിട്ടിത്തല്ലേ, ഇനി ഞങ്ങൾ കൂടി നിന്നിട്ട് എന്താക്കറി, അതിലാണ്ട് ഞങ്ങൾക്ക് ಹೆಲ್ಪ್ ആക്കല്ലേ ചൊന്ത അവിടെ എന്താಯ್ತು, അവിടെ ഒരു തർക്കാಯ್ತು. അങ്ങനെയുള്ള ഒരു തർക്കാಯ್ತು. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ചൊന്തു എന്തായെങ്കിലും നബി ചൊന്നറല്ലേ ഞങ്ങൾ കൂടെ നിക്ക. മാത്രമ യാറത്തങ്ങ് അവിടെ നിന്നില്ല, അങ്ങ് കീലിഞ്ഞു വന്നാർ. അതിൽ 35 ആൾ കീലിഞ്ഞ, കാലി 15 ആൾ മാത്രമേ ടിക്കർ ആ ഗുഡല് ബാക്കിയായി. അങ്ങനെ ആ കീലിഞ്ഞു ബന്ത് അങ്ങ് ഗനീമത്ത് സ്വത്ത് ഒട്ടിയാക്കിയ സന്ദർഭത്തിൽ ഇത് ഖാലിദ് ഇബ്നു വലീദ് നോക്കിയോണ്ട്. ഖാലിദ് ഇബ്നു വലീദ് അങ്ങ് കീലിഞ്ഞതേ നോക്കിയിട്ട് ഖാലിദ് ഇബ്നു വലീദ് അയാളുടെ സൈന്യത്തെ എടുത്തോണ്ട് ആ ഭാഗത്തിൽ ബണ്ട്. ഖാലിദ് ഇബ്നു വലീദ് 150 ആൾമാർ ഇന്നാറ് ആ ഒരു ഗ്രൂപ്പിൽ. ആ 150 കുതിര പടയാളിമാർ ഇതേ ഗ്യാപ്പിൽ വന്ന് ഫസ്റ്റ്గా 15 ആൾമാരെ അവിടെ കൊന്നുകൂടുക. ആ ഗുഡലിന്ന് 15 ആൾമാർ അങ്ങ് എത്ര ബില്ല് വേണം അടിക്കാം. അങ്ങ് അടിച്ചാറ് ശ്രമിച്ചാറ്. ലാസ്റ്റ് ഇങ്ങനെ എന്താക്കിയാറ്, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പോലത്തെ ആ സഹാബിമാർ അവിടെ വെച്ചിട്ട് ഷഹീദ് ആവിടാറ്. പിന്നെ ആ ഗ്യാപ്പിലേക്ക് ഖാലിദ് ഇബ്നു വലീദ് വണ്ടി ഈ മുസ്ലിമീങ്ങ ഇങ്ങനെ ഓടുപാട്ടിട്ട് പോയിണ്ടിരിക്കുമ്പോൾ ഇവിടെ പെറോളാർ വന്നേ ഖാലിദ് ഇബ്നു വലീദിന്റെ 3 ಗುಂಪಾയിട്ട് 2 ಗುಂಪು ഊടുള്ള മുസ്ലിമീങ്ങളെ അറ്റാക്ക് ആക്കിയിട്ട് ഒരു ഗുംപു അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ടെൻഡർ മുട്ട പോയിട്ട്. അങ്ങനെ ഇവിടെ മുസ്ലിമീങ് എന്തായാറ് നടുല് ബാക്കിയായ ഓടിയ പോയിന്ന ശത്രുമാർ എന്താക്കിയാറ്, പെറോലുള്ള ഖാലിദ് ഇബ്നു വലീദിന്റെ സൈന്യത്തെ നോക്കിയിട്ട് അങ്ക് ഇവിടെ എത്തി മുസ്ലിമീങ്ങ ഇവിടെ കുടുങ്ങിരാറുണ്ട്. അങ്ങനെ എന്താക്കിയാർ, പെറോ തിരിച്ചു വന്നാർ. അവിടെ ഇപ്പുറത്തും ശത്രുമാർ മുസ്ലിമീങ്ങ നടുല് കുടുങ്ങിയാർ. അങ്ങനെ ഇത്തിക്കറ് ആ യുദ്ധ അവിടെ എന്താവിടെ ടർൺ അവിടെ മുസ്ലിമീങ്ങ വിന്നാവ് പോണ്ട ആ യുദ്ധ അവിടെ എന്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരിച്ചുവിട്ടു. എന്ത് തിരിച്ചുവിട്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനത്തെ അങ്ങ് ധിക്കരിച്ചാർ. നബി ചൊന്ന പൽക്കത്തെ അങ്ങ് എതിർത്താർ. ഇത്താഅത്ത് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് അല്ലേ? ഉലമാക്കന്മാർ ചൊല്ലാർ, ബദ്ർ യുദ്ധ തൗഹീദ് ഉണ്ടായിരെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കുകയായിരുണ്ടായെങ്കിൽ ഉഹുദ് യുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി പ്രാധാന്യത്തിക്കറ് കാട്ടെ. ഷഹാദത്ത് കലിമ 2 ഷഹാദത്തെയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗൈറ്റിക്കറ് ബദ്ർ യുദ്ധ ആയിരുണ്ടായെങ്കിൽ ഉഹുദ് യുദ്ധത്തിൽ കിട്ട പാട്ടെന്തരെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എങ്ങനെ അനുസരിക്കുന്നു ചൊന്തുള്ള പാട്ടൈത്തിക്കറ് ഉഹുദ് യുദ്ധത്തിൽ കിട്ടേ. അങ്ങ അവിടെ ധിക്കരിച്ചവും ഇവിടെ മുസ്ലിമിങ്ങ അവിടെ എന്തായത് നടുവിൽ കുടുങ്ങിയാർ. അതേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് ചൊന്തന്നി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാൻ 152 153 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുക. അതേറ്റിക്കർ വലഖദ് സദഖകുമുല്ലാഹു വഅദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാന സത്യപ്പെടുത്തി കാട്ടി തന്നറ. ഇദ് തഹസ്സൂനഹും ബിഇദ്നി, അള്ളാഹുടെ പെർമിഷനോട് കൂടിയിട്ട് നിങ്ങൾ കൊന്നൊഴിക്കുമ്പോഴത്തേക്കും അള്ളാഹു എന്താക്കിറ
അള്ളാഹുടെ വാഗ്ദാനം നിങ്ങൾക്ക് സത്യപ്പെടുത്തി കാട്ടി തന്നറ. അള്ളാഹു വാഗ്ദാനാക്കി തന്ന നിങ്ങൾക്ക് ഇത്തിക്കർ വിജയ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിജയം നിങ്ങൾക്ക് തന്ന എവിടുത്തോളൂ, നിങ്ങൾ അങ്ങനെ കൊല്ലുറോടുത്തോളൂ. നിങ്ങൾ അള്ളാഹുടെ പെർമിഷനോട് കൂടി നിങ്ങൾ അങ്ങനെ കൊല്ലുറോടുത്തോളൂ. അതിൽ പിന്നെ ഹത്ത ഇദാ ഫശിൽതും, നിങ്ങൾ ഭീരുത്വങ്ങായി പോയാർ, നിങ്ങൾ പേടിക്കിറങ്ങായി പോയാർ. വതനാസഅതും ഫിൽ അംർ, വിഷയത്തിൽ നിങ്ങൾ തർക്കാക്കു സ്റ്റാർട്ടാക്കിയാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലിയോ കുത്തിയ ചൊന്നത് ഇങ്ങെന്താക്കിയാർ, അവിടെ ഇലിയോ മുത്തുക അവിടെ എന്തായി തങ്ങൾ ജണ്ടാൽ നടുಲು തർക്കയിത്ത്. നിങ്ങളെ ജണ്ടാലിന്റെ നടുಲು നിങ്ങളുടെ നടുല് ഭിന്നാഭിപ്രായ ബന്ത് നിങ്ങ പേടിച്ചു പോയാറ്. മാത്രല്ല വഅസൈതും, നിങ്ങൾ ധിക്കരിച്ചാർ. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക നിങ്ങൾ ധിക്കരിച്ചാർ. മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളെ കണ്ണുറതുൽ നിങ്ങൾ കണ്ടിട്ടും നബിയുടെ പൽക്കത്തെ നിങ്ങൾ ധിക്കരിച്ചാർ. അല്ലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളെ കണ്ടുറതിൽ കണ്ടു ചെന്നേന്ദ്രെ വിന്നാവുടെ ആ ഒരു ഇത് അങ്ങ് കണ്ടാറ്. ഞങ്ങൾ വിന്നായ ചൊന്തു അങ്ങ് എതിർಲು നോക്കിയാർ. ആ നോക്കിയത് അള്ളാഹുടെ നിഅമത്ത് നിങ്ങൾ കണ്ടാർ. ആയെങ്കും നിങ്ങൾ എന്താക്കിയാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്കത്തെ ധിക്കരിച്ചാർ. നബിയുടെ പൽക്കത്തെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ ഭയങ്കര ബേജാറായിരുന്നു നബിക്ക്. നബി ഒരു ചെറിയ വിഷയമല്ല ചൊന്നരെ, നിങ്ങളുടെ ഗുഡൽ നിക്കോറു എന്തെയും പന്ത്രണ്ട് ഇങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് ചൊന്നു, ഞങ്ങൾ മരണപ്പെട്ടിട്ട് ഞങ്ങളെ മയ്യത്തിരെ പക്ഷിമാർ എടുത്തുപോയത് കണ്ടെങ്കും നാ ചൊല്ലാണ്ട് നിങ്ങളുടെ പന്തോ തീരാൻ ആയെങ്കും അങ്ങ് പന്തിന്നാർ അങ്ങ് കീലിഞ്ഞാർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ബേജാറായി തിന്ത്. ഒരു യുദ്ധത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് മാഫാക്കില്ല ചൊല്ല ഒരു രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിത്ത്, വലഖദ് അഫ അല്ലാഹു അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ക് മാഫാക്കി കൊടുത്തറ ചൊന്തു. അങ്ങനെ ചൊന്ന സബലൈ തിക്കർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്താക്കിരേ മാഫാക്കി കൊടുക്കും. അപ്പൊ ഏതായെങ്കും അങ്ങ് ധിക്കരിച്ച കാരണത്തിൽ ഈ തിക്കറൂടെ യുദ്ധം എന്തായി ടർണായി. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ബാക്കിയിൽ ചൊല്ലുന്നത് മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളെ കൂട്ടത്തിൽ ദുനിയാവുരെ ആശ വെച്ചങ്ങിന്നാറ് ആഖിറത്തിലും ആശ വെച്ചങ്ങിന്നാറ്. ദുനിയാവുരെ ആശ വെച്ചങ്ങ ചൊന്നിങ്ങാറ് ഉദ്ദേശിച്ചിട്ട് ആ കീലിൽ നിത്ത് ഗനീമത്ത് സ്വത്ത് ഏർത്തങ്ങളേറ്റിക്കർ. ആഖിറത്തിരെ ചൊന്തു ഉദ്ദേശിച്ചാറ് അത് ആ ഗുഡ്ഡൽ നിന്നിട്ട് ഗട്ടി നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക കേട്ടങ്ങളെ വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുற. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുറേ, ഈ ആയത്ത് നാസിൽ ആയൽ പിന്നെ തിക്കർ നമുക്ക് പിടിയായേ ഞങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവുരെ ആശ വെച്ചങ്ങ് ഇന്നാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചൊന്നൽ പിന്നെ തിക്കർ നമുക്ക് പിടിയാവരെ. അപ്പൊ ഇങ്ങനെ അള്ളാഹു എന്താക്കി അവിടെ വ്യക്തമാക്കി കൊടുത്തു. പിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു സുമ്മ സറഫക്കും അൻഹും ലിയബ്തലിയക്കും, ശത്രുമാർക്ക് നിങ്ങളെ ബന്ത് ഇടീ നാശാക്കിട്ട് അങ്ങ് പോവാന്ത് ആയെങ്കും ആണെന്താക്കിയ ആ ശത്രുമാരെ തിരിച്ചുവിട്ടെ, മക്കത്തിಗೆ എന്താക്കിയ അങ്ങനെ തിരിച്ചുവിട്ടെ. അങ്ങെന്താക്കിയാർ ശത്രുമാർ ബന്നാറ് തെല്ലിങ്ങനെ കൊറയാളെ കൊന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിർ അങ്ങ് ഗുഡ്ഡര മേൽ പത്തിയപ്പ അങ്ങ് പിന്നെ എന്താക്കിയാർ കൊറിയ ചാലഞ്ച് എല്ലാം ആക്കിയിട്ട് പിന്നെ അങ്ങ് റിട്ടേൺ പോയാർ. അങ്ങ് മദീനത്ത് എൻ്റർ ആയിട്ട് അവിടുള്ള മുസ്ലിമിങ്ങളെല്ലാം കൊല്ലാന്ത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിർ അങ്ങെല്ലാവരും കൊല്ലാന്ത്. ആയെങ്ക അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മേലു റഹ്മത്ത് കാട്ടിട്ട് എന്താക്കിയ അവിടേക്ക് മയ്യവ് ചൊന്തു ബിയർച്ചിട്ട് എന്താക്കിയാറ് ശത്രുമാർ ಬೇಗ ഞങ്ങൾ വിന്നായ ചൊന്തു സീത റിട്ടേൺ മക്കത്ത് പോയാർ. അതേറ്റിക്കർ അള്ളാഹു ചൊല്ലേ സുമ്മ സറഫക്കും അൻഹും ലിയബ്തലിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയ നിങ്ങളിൽ നിന്ന് അങ്ങനെ തിരിച്ചുവിട്ട. വലഖദ് അഫ അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ക് ആ ബദ്ർ ആ ഉഹുദ് യുദ്ധത്തിൽ പെറു തിരിഞ്ഞു ഓടിയങ്കും അതേപോലെ ആ ഗുഡ്ഡരെ കീഴിൽ ഞങ്ങൾക്കും അള്ളാഹു എന്താക്കിയ മാഫാക്കി കൊടുത്ത. വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനുമാരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഔദാര്യമുള്ളവനേറ്റിക്കറ. അല്ലെ, മുഅ്മിനുമാരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനേറ്റിക്കറ. അള്ളാഹുടെ റഹ്മത്ത്, അള്ളാഹു റഹ്മത്തുള്ളവനു ചൊല്ലുന്നതും ഒരു റഹ്മത്തേറ്റിക്കർ, അള്ളാഹു കരുണ ഉള്ളവനു ചൊല്ലുന്നതും ഒരു ഞങ്ങളെ മേലുള്ള നിഅമത്തേറ്റിക്കർ. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മീത്തി റഹ്മത്തില്ലാത്തവനെ ഞങ്ങളുള്ള അവസ്ഥ എന്താവത്ത്, ഞങ്ങളുടെ ജീവൻ എങ്ങനെ ആവത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ മേൽ റഹ്മത്തുള്ളവനേറ്റിക്കറ ചൊന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ വിശദീകരിക്കും. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ബാക്കി ചൊല്ലുറേ അതേ 153 ആയത്തിൽ ചൊല്ലുറേ തുസ്ഇദൂന, നിങ്ങൾ ഗുഡ്ഡര മേൽ പത്തിയപ്പ, അതായത് മുസ്ലിമീങ്ങ ഈ ശത്രുമാരെ കണ്ടിട്ട് എന്താക്കിയാറ് ഗുഡ്ഡര മേൽ പത്തിയാർ. വലാ തൽവൂന അലാ അഹദിൻ, ഒരാളും തിരിഞ്ഞു നോക്കില്ല. വറസൂൽ യദഊകും ഫീ ഉഖറാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെറോൾ നിന്നിട്ട് ബിൽച്ചോ ഇന്ത് ഇലയ്യ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമമാരെ ഇപ്പറ വരൂ ഊടെ വരൂ തിരിഞ്ഞു പോവണ്ട ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽച്ചോ ഇന്ത് ആയെങ്കും ഇങ്ങ തിരിഞ്ഞു നോക്കാണ്ട് അങ്ങെന്താക്കിയാറ് ഓടിയാർ. ഫഅസാബകും ഗമ്മൻ ബിഗൈം ഗമ്മിൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ദുഃഖത്തെ മേൽ ദുഃഖ അങ്കിട്ട് കൊടുത്ത ആ ഉഹദ് യുദ്ധത്തിൽ ദുഃഖത്തെ മേൽ ദുഃഖ ഇട്ട് കൊടുത്ത ഒന്നാമത്തേത് സോത്താറ്, രണ്ടാമത്തേത് കൊറിയ സഹാബിനങ്ങളെ അവസ്ഥ നോക്കിയിട്ട് അങ്ക് ബേജാറായിട്ട് അങ്ങനെ ദുഃഖത്തെ മേൽ ദുഃഖിട്ട് കൊടു എന്ത് കേട്ട് അതും ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ആ ദുഃഖം എന്തിരെ നിങ്ങൾക്ക് ഒരു നിഅമത്തായിട്ട് ലിക്കൈല തഹ്സനു അലാ മാ ഫാതകും വലാ മാ അസാബകും. പിന്നെ നിങ്ങൾ ജീവനത്തിൽ എന്തെല്ലാം കഷ്ടപ്പെടണ്ട അതെല്ലാം നിങ്ങൾക്ക് ശരിയായിട്ട് തീരുകയും നിങ്ങൾക്ക് അതിൽ നിന്നും ബേജാറാവാൻ ടിക്കുകയായിട്ട് അള്ളാഹു ഈ ഉഹദ് യുദ്ധത്തിൽ വലിയ ഒരു നഷ്ടം നിങ്ങൾക്ക് കാട്ടി തന്നേ. പിന്നുള്ള ജീവനത്തിൽ നിങ്ങൾ എന്താക്കി സ്ഥിരമായിട്ട് നിൽക്കൂ, ഗട്ടിയായിട്ട് നിൽക്കൂ. അപ്പൊ അതും ഒരു അനുഗ്രഹമായിട്ട് ചൊന്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇങ്ങനെ ഇത്തിക്കർ അവിടെ ഉഹദ് യുദ്ധത്തിൽ സംഭവിക്കരുത്. അങ്ങനെ ശത്രുമാർ ബന്ത് ഈ നടുൽ കുടുങ്ങിയപ്പ മുസ്ലിമീങ്ങ എന്താക്കിയാറ് കയ്യിലുള്ള തൽവാർ ഒട്രാസി ബീഞ്ഞു പോയാർ. മുസ്ലിമും നോക്കില്ല കാഫിറും നോക്കില്ല, അങ്ങനെ ജീവ ബച്ചവാക്കുക ഒട്രാസി ബീഞ്ഞു പോയാർ. ആ ഒട്രാസി ബീഞ്ഞതിലേറ്റിക്കർ ഉസൈൽ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹുവിന്റെ അബ്ബ ഉസൈൽ റളിയല്ലാഹു അയാൾ മരണപ്പെടും. മുസ്ലിമീങ്ങളെ കയ്യില് അയാൾ എന്താ അവിടെ മരണപ്പെടും. കാരണം ഉസൈൽ ഫസ്റ്റ് ബന്തില്ല, ഉഹദ് യുദ്ധത്തിൽ ബന്തില്ല, അയാൾ പിന്നെ ജോയിൻ ആവറ്. അപ്പൊ ഇങ്ങനെ വിചാരിച്ച മുസ്ലിമീങ്ങ ഇയാള് ശത്രു ചൊന്തേറ്റിക്ക് ഉസൈൽ റളിയല്ലാഹുവിനെ കൊന്നുകൂടറ്. ഹുദൈഫ റളിയല്ലാഹു പിന്നെന്താക്കറ് ബേജാറായിട്ടിക്കുമ്പൊത്തുകു ഈ മുസ്ലിമീങ്ങ ബന്ത് മാഫ് കേക്കറാർ ഞങ്ങ ശത്രുണ്ട് നിറച്ച് കൊന്നുപോയേൻ. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു എന്താക്കറ അങ്ക് മാഫാക്കി കൊടുക്കുന്നതായിട്ടിക്ക് നമുക്ക് ചരിത്രത്തിൽ കാണും. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ട് അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറ്റാക്ക് ആക്കോ ബണ്ടതും സഹാബിരങ്ങ തടയുന്നതും പിന്നെ മുസ്അബ് റളിയല്ലാഹു മരണപ്പെടുന്നതും ഇതെല്ലാം ചരിത്രത്തിൽ നമുക്ക് വിശദീകരിക്കുകയുള്ളതായിട്ടിക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും സ്വർഗ്ഗത്തിലാക്കി തീർക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.